ഇന്ന് നമുക്ക് മദ്രാസ്കാരൻ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായകൻ കാരണം ആക്സിഡന്റ് സംഭവിച്ച ഒരു ഗർഭിണി അവളുടെ കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരണപ്പെട്ടു പോകും. പക്ഷേ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി മറ്റൊരാളായിരുന്നു. അതൊരു വലിയ പ്രതികാരത്തിന്റെ കഥയാണ്. അതെന്തെന്നറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ചെല്ലപ്പാണ്ടി എന്ന ആളിനെയാണ് കാണിക്കുന്നത്. ചെല്ലപ്പാണ്ടി തന്റെ സ്വന്തം സഹോദരിയുടെ മകനായ സത്യയുടെ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ്. എന്തിനാണ് ഇത്രയും ഓടി നടന്ന് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചെല്ലപ്പാണ്ടി പറയുന്നത്, അവൻ എന്റെ സ്വന്തം മകനെ പോലെയാണ്, അതുകൊണ്ട് അവന്റെ കാര്യമെല്ലാം എനിക്ക് നന്നായി നിന്ന് നടത്തണമെന്നും ചെല്ലപ്പാണ്ടി പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് നായകനായ സത്യയാണ്. സത്യ മീര എന്ന പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. ഇപ്പോൾ അവളുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. മീരയ്ക്ക് അച്ഛനും സഹോദരിയുമാണുള്ളത്. അവളുടെ കുഞ്ഞിലെ തന്നെ അമ്മ മരിച്ചതിനാൽ അച്ഛനാണ് സഹോദരി മീരയും നന്നായി വളർത്തിയതും. എന്നാൽ അച്ഛന് സത്യയുമായുള്ള വിവാഹത്തിന് ഒട്ടും താല്പര്യമേ ഇല്ല. അച്ഛൻ അവളെ കുറച്ചുകൂടി നല്ലൊരു ബന്ധം കൊണ്ടുവന്ന് കല്യാണം നടത്തണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ മീരയാണെങ്കിലോ സത്യയെ മാത്രമേ താൻ കല്യാണം കഴിക്കൂവെന്ന് പിടിച്ച പിടിയാൽ നിന്നു. അതുകൊണ്ട് അച്ഛന് വേറെ നിവർത്തിയില്ലാതെ വിവാഹത്തിന് സമ്മതിക്കേണ്ടിയും വന്നു. പക്ഷെ വിവാഹത്തിനായിട്ടുള്ള കാര്യങ്ങൾക്ക് വരുന്ന സമയത്ത് പോലും എനിക്കിതിനൊട്ടും താല്പര്യമില്ല എന്ന രീതിയിലാണ് അച്ഛൻ സംസാരിക്കുന്നതും. അപ്പോൾ അനിയത്തി ചോദിക്കുന്നത്, സ്വന്തം മകളുടെ കാര്യത്തിന് വന്നിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? അച്ഛനൊന്ന് കൺട്രോൾ ചെയ്യുവാനായിട്ടാണ് സഹോദരിയും പറയുന്നത്. അങ്ങനെ വിവാഹത്തിന് വേണ്ടിയിട്ട് മീരയും അച്ഛനും സഹോദരിയും എല്ലാം സത്യയുടെ നാട്ടിലേക്ക് വരികയാണ്. സത്യ അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു. അത് കാണുന്ന മീരയാണെങ്കിൽ അവനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ ഇങ്ങനെയൊക്കെ നീ ചെയ്യുന്നത്? എന്നാൽ സത്യ പറയുന്നത്, അതൊന്നും സാരമില്ല, ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും നല്ലൊരു ഹോട്ടൽ അത് മാത്രമാണ്, അല്ലാതെ ഇവിടെ വേറൊരു ഹോട്ടലും ഇല്ലെന്നായിരുന്നു അവൻ പറയുന്നതും. അതിനുശേഷം മീരയ്ക്കുള്ള ഡ്രസ്സ് എടുക്കുവാനൊക്കെ അവന്റെ അമ്മയും കുടുംബത്തിലുള്ള എല്ലാവരും കൂടി പോകും. അമ്മയും എല്ലാവരും ചേർന്ന് ഒരു സാരി എടുക്കും. എന്നാൽ ഈ സത്യയാണെങ്കിലോ, ഏയ് അത് വേണ്ട, 50,000 രൂപ വില വരുന്ന ഒരു സാരിയാണ് അവൻ സെലക്ട് ചെയ്തതും. അതിനുശേഷം സ്വർണം എടുക്കുന്നതിൽ അവർക്ക് കാശിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നപ്പോൾ സത്യയാണെങ്കിൽ താൻ ATM പോയി കാശ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. എന്നാൽ മറ്റൊരു വശത്ത് കാണിക്കുന്നത് ദൊരൈ സിംഗം എന്ന ആളിനെയാണ്. ആരെയോ കൊല്ലുവാനായിട്ട് നിൽക്കുകയാണ് ഈ ദൊരൈ സിംഗം. ദൊരൈ സിംഗം നിൽക്കുന്ന സ്ഥലത്ത് ഒരു പയ്യൻ ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറി. അത് കാണുന്ന ദൊരൈ സിംഗമാണെങ്കിൽ അവനിട്ട് 2 കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിൽക്കുന്ന സമയമായിരുന്നു നമ്മുടെ നായകനായ സത്യ അവിടേക്ക് വരുന്നതും. അവൻ കാർ ഓടിച്ചു വന്ന് അറിയാതെ ദൊരൈ സിംഗത്തിന്റെ കാറിലിടിച്ചു. എന്നിട്ട് വീണ്ടും പിറകിലേക്ക് എടുത്ത് മുന്നിലേക്ക് പോകാൻ നോക്കുന്ന സമയത്തും വീണ്ടും കാറിൽ വന്ന് ഇടിക്കുകയാണ്. അത് ദൊരൈ സിംഗം കണ്ടു. ആ ഒരു പ്രശ്നം അവിടെ നിർത്തിയിട്ട് നേരെ നമ്മുടെ നായകനടുത്തേക്ക് വന്നു. എന്നാൽ സത്യയാണെങ്കിൽ പറയുന്നത്, ചേട്ടാ ഞാൻ അറിഞ്ഞില്ല, അറിയാതെ തട്ടിപ്പോയതാണ് എന്ന് പറയുമ്പോൾ ദൊരൈ സിംഗം പറയുന്നുണ്ട്, ശരി ശരി വിട്ടേരെ എന്ന് പറഞ്ഞ് ദൊരൈ സിംഗവും കൂട്ടരും അവിടെ നിന്ന് പോകുവാനായി ഒരുങ്ങും. അപ്പോൾ സത്യ പറയുന്നത്, ഹലോ, നിങ്ങളെ പേടിച്ചല്ല ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ അറിയാതെ തട്ടിപ്പോയതാ എന്ന് പറയുമ്പോഴും ഓക്കെ ശരി നീ പൊക്കിയോ എന്ന് പറഞ്ഞിട്ട് ദൊരൈ സിംഗം വീണ്ടും മുന്നോട്ട് പോകും. എന്നാൽ അപ്പോഴും സത്യയാണെങ്കിൽ, നിങ്ങളെ ഞാൻ പേടിച്ചിട്ടല്ല അത് പറഞ്ഞതെന്ന് ചുമ്മാ വായും കൊണ്ട് മിണ്ടാതിരിക്കാതെ കാറും എടുത്ത് ദൊരൈ സിംഗത്തിന്റെ മുന്നിലേക്ക് വന്നിട്ട് ഒരു വിരല് കാണിച്ചിട്ടങ്ങ് പോകും. അത് കണ്ട ദൊരൈ സിംഗം പറയുന്നത്, അവന് ദേഷ്യം വന്നെങ്കിലും നമുക്ക് ഇതിനേക്കാൾ വലിയൊരു കാര്യമില്ലേ, അതാദ്യം ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അവർ പോവുകയാണ്. എന്നാൽ ഒരു പയ്യനാണെങ്കിൽ ഒരു പെണ്ണിനോട് മിസ്ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ പെൺകുട്ടി കയറിപ്പോയ അതേ ബസ്സിൽ തന്നെ ആ പയ്യനും കയറിപ്പോകും. അത് കാണുന്ന ദൊരൈ സിംഗമാണെങ്കിൽ അവർക്ക് പിന്നാലെ ചെന്ന് അവനെ വെട്ടി കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നതും. മറ്റൊരു വശത്ത് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുകയായിരുന്നു സത്യ. അപ്പോൾ അവന്റെ അമ്മ പറയുന്നുണ്ട്, വിവാഹമായില്ലേ, നീ ഇനി പുറത്തോട്ടൊന്നും പോകരുത്, വിവാഹം കഴിയുന്നത് വരെ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നും പറഞ്ഞു. അതെല്ലാം മീര കേൾക്കുന്നുണ്ടായിരുന്നു. മീരയുമായി അവൻ ഫോണിൽ സംസാരിക്കുന്ന സമയമാണ് അമ്മ അത് പറഞ്ഞതും. എന്നാൽ മീര പറയുന്നത്, എനിക്കിപ്പോൾ നിന്നെ കാണണം, നീ ഇപ്പോൾ പുറപ്പെട്ടു വരുവാനായും പറഞ്ഞു. അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സത്യ കാർ ഓടിച്ചു പോകും. ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ ഓപ്പോസിറ്റ് വന്ന സൈക്കിൾക്കാരനെ കാണാതെ അയാളെ ഇടിക്കുവാനായും പോകുന്നു. കാർ ഒരു സൈഡിൽ ഒതുക്കിയിട്ട്, ഞാൻ അങ്ങ് എത്തിയിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൻ ഫോണും കട്ട് ചെയ്ത് കളയുന്നു. വീണ്ടും കാറ് മുന്നോട്ടെടുക്കുന്ന സമയത്ത് അമ്മ അവനെ വിളിക്കുകയാണ്. ഫോണിൽ നോക്കി നിൽക്കുന്ന സമയം തന്നെ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള പെണ്ണിനെ അവൻ കാറ് കൊണ്ടുവന്നിരിക്കും. ആ പെൺകുട്ടിയാണെങ്കിൽ തറയിൽ വീഴുകയും ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയാണ്. സത്യയെ എല്ലാവരും തല്ലുവാനായി പിടിച്ചു നിർത്തും.
കാറിൽ നിന്നും പുറത്തേക്കിറങ്ങിയ സത്യയാണെങ്കിൽ ആ പെൺകുട്ടിയെ നോക്കുമ്പോൾ അവളുടെ ബോധം പോയിരുന്നു. ഉടനെ തന്നെ സത്യ അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. ഹോസ്പിറ്റലിലേക്ക് ആ ഒരു പെൺകുട്ടിയുടെ സഹോദരനും എത്തുകയാണ്. അവന്റെ പേരാണ് മണിമാരൻ. മണിമാരൻ സത്യയെ വിരട്ടുന്നുണ്ട്. എന്റെ സഹോദരിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടെ കാണില്ല എന്ന് വിരട്ടിയിട്ടാണ് പോകുന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഹോസ്പിറ്റലിന് പുറത്തിരിക്കുകയായിരുന്നു സത്യ. അപ്പോൾ അവന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട്, എടാ നീ എവിടെയാ, മണ്ഡപം എവിടെയാ എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യ പറയുന്നത്, വേഗം നിങ്ങൾ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരുവാനാണ്. അങ്ങനെ കൂട്ടുകാരും വിവരമൊക്കെ തിരക്കിയപ്പോൾ അവനൊന്നും പറയില്ല. ഉടനെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്കും തിരിക്കും. എന്നാൽ ഈ സത്യയാണെങ്കിൽ അവന്റെ മാമനോട് മാത്രം പറഞ്ഞിട്ടാണ് മീരയെ കാണുവാനായി ഇറങ്ങിയത്. മാമനെ ഫോൺ വിളിച്ചിട്ട് കാര്യമെല്ലാം തുറന്നു പറഞ്ഞു. മാമൻ ഉടനെ തന്നെ അവന്റെ അമ്മയെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നതും. ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് പോലും എല്ലാവരെയും വിവരം അറിയിച്ചിരിക്കുകയാണ് മാമൻ. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് അവിടേക്ക് വരും. ഭർത്താവ് മറ്റാരുമല്ല, ദുരൈസിംഗം തന്നെയായിരുന്നു. ഈ ദുരൈസിംഗവുമായിട്ട് ഒരു പ്രശ്നം സത്യ ഉണ്ടാക്കിയിരുന്നല്ലോ. എന്നാൽ അതത്ര കാര്യമായിട്ട് ദുരൈസിംഗം എടുത്തില്ല. അതേസമയം അവിടേക്കെത്തിയ കൂട്ടുകാരും ഈ ദുരൈസിംഗവും തമ്മിൽ ചെറിയൊരു പ്രശ്നം നടക്കും. ദുരൈസിംഗമാണെങ്കിലോ കൂട്ടുകാരിൽ ഒരുത്തനെ തല്ലുകയാണ്. അത് കണ്ടുകൊണ്ട് ചെന്ന സത്യയാണെങ്കിൽ അവന്റെ ഭാഗത്താണല്ലോ തെറ്റ്. അതുകൊണ്ട് കൂട്ടുകാരെയൊക്കെ പിടിച്ചു മാറ്റും. മാത്രമല്ല ആ ഒരു വിരൽ കാണിച്ച ദേഷ്യം ദുരൈസിംഗത്തിന്റെ മനസ്സിലിരുന്നു. അതും കൊണ്ട് തന്നെ സത്യ അവൻ ഒരുപാട് തല്ലും. അത് കണ്ടുകൊണ്ട് അവന്റെ മാമനും അമ്മയും മറ്റു ബന്ധുക്കളുമെല്ലാം അവിടേക്ക് ഓടി വരികയാണ്. അവർ ദുരൈസിംഗത്തിന്റെ കാലിൽ വീണ് മാപ്പ് പറയും. അതെല്ലാം കാണുന്ന സത്യക്ക് ആകെ നാണക്കേടായി. അതേസമയം തന്നെ ആ പെണ്ണിനെയും കുഞ്ഞിനെയും കാണുവാനായിട്ട് മണിമാരനും ഭർത്താവായിട്ടുള്ള ദുരൈസിംഗവും അകത്തേക്ക് കയറിപ്പോകും. പുറത്തേക്ക് വന്നത് സഹോദരനായിട്ടുള്ള മണിമാരൻ മാത്രമായിരുന്നു. അവൾക്കൊരു കുഴപ്പവുമില്ല, പക്ഷെ കുഞ്ഞിന് ആപത്താണെന്ന് മണിമാരൻ പറയും. അത് കേട്ട് അവിടെ പോലീസും ഉണ്ടായിരുന്നു. പോലീസ് ഉടനെ തന്നെ സത്യ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. വീട്ടുകാരൊക്കെ ഒരുപാട് കെഞ്ചിയിട്ടും അവരാരും കേട്ടതേയില്ല. സത്യ സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തും. കുഞ്ഞിനും അവൾക്കും എന്തെങ്കിലും സംഭവിച്ചാൽ ഇവനെ ഞാൻ വെട്ടുമെന്ന് പോലീസിനോട് പറയുന്ന സമയത്ത് പോലീസ് പറയുന്നത്, നിങ്ങൾ ആദ്യം സമാധാനമായിട്ടിരിക്കെ, എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് നോക്കാമെന്നും പോലീസ് പറയുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞതും മണിമാരൻ വന്ന് പറയുന്നത്, ഓക്കെ ശരി, ഈ പ്രശ്നമെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം, ഞങ്ങൾക്ക് കുറച്ച് കാശ് തരണമെന്നും മണിമാരൻ ആവശ്യപ്പെട്ടു. ആ പോലീസിനോട് അവൻ പറയുന്നതെല്ലാം സത്യയുടെ ഒരു ഫ്രണ്ട് കേട്ടിരുന്നു. ഉടനെ തന്നെ സത്യയോട് വന്ന് പറയുന്നത്, എടാ ഇത്രയും നേരം സഹോദരിക്കും കുഞ്ഞിനും വേണ്ടി സംസാരിച്ചവൻ ദേ ഇപ്പോൾ കാശ് വേണമെന്ന് പറയുന്നു. ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കൂട്ടുകാരൻ പറയും. അപ്പോൾ സത്യയും അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. ശരിയാണ്, എന്തെങ്കിലും സംഭവിക്കാതെ അവൻ വന്ന് ഇങ്ങനെ പറയത്തില്ലല്ലോ. എന്തോ ഉണ്ട്, അത് കണ്ടുപിടിക്കണമെന്നും സത്യ തീരുമാനിക്കും. എന്നിട്ട് സത്യ ഉടനെ തന്നെ പോലീസിനടുത്തെത്തിയിട്ട്, സാർ ആ ഒരു ഹോസ്പിറ്റൽ അല്ലാതെ വേറെ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, നമുക്കവരെ അവിടേക്ക് കൊണ്ടുപോകാമെന്നും സത്യ പറയുന്ന സമയത്ത് പോലീസ് പറയുന്നത്, നീ നിന്റെ വായടച്ച് അവിടെ പോയി ഇരിക്കുവാനായിട്ടാണ് പറയുന്നത്. എന്നാൽ സത്യയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. എന്നാൽ അവിടെ കാണുന്ന കാഴ്ച പുറത്തിരുന്ന് കരയുന്ന ദുരൈസിംഗത്തെയാണ്. എന്തെന്നാൽ ആ കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു. ആ വാർത്ത കേട്ട് സത്യക്കും താങ്ങാനായില്ല. അവന് മുറക്കെ കരയും. അതിനുശേഷം നേരെ വന്ന് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവന് കോടതി ശിക്ഷിക്കും. കുറെ നാളത്തെ ജയിൽവാസത്തിന് ശേഷം സത്യ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേസമയം തന്നെ അവന്റെ അച്ഛനും മരണപ്പെട്ടിരുന്നു. മരണപ്പെട്ട വാർത്ത സത്യ അറിയിച്ചില്ല. സത്യ ആ കാര്യമെല്ലാം മാമനോട് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാമൻ അവനോട് പറയും. അതെല്ലാം കേട്ട് മാമനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സത്യ. അതിനുശേഷം സത്യക്കാണെങ്കിൽ അവന്റെ കാമുകിയെ മീരയെ കാണണമെന്ന ആഗ്രഹം വന്നു. നേരെ മീരയുടെ വീട്ടിലേക്ക് പോകുവാനായി തയ്യാറാകുമ്പോൾ കൂട്ടുകാരവനെ തടയും. എന്നിട്ട് പറയുന്നത്, വേണ്ടടാ, അവളെ പോയി കാണണ്ട, അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവളിപ്പോൾ ലണ്ടനിലാണെന്നും കൂട്ടുകാർ പറയുന്നു. ആ ഒരു വാർത്ത കേട്ട് സത്യ തകർന്നു പോവുകയാണ് ചെയ്യുന്നതും. അതിനുശേഷം നാട്ടിലൊന്നും നിൽക്കാനുള്ള മനസ്സില്ലാതെ സത്യ നേരെ ബാംഗ്ലൂരിലേക്ക് പോകും. എന്നാൽ അതേസമയം അവനെ തല്ലുവാനായിട്ട് കുറെ പേര് വരികയായിരുന്നു. നീ കാരണം നഷ്ടപ്പെട്ട ജീവനെ നീ സമാധാനം പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ വന്നവരെ എല്ലാവരെയും സത്യ അടിച്ചോട്ടിക്കുകയാണ് ചെയ്യുന്നതും. എന്നാൽ ആ ഒരു പ്രശ്നത്തിലാണെങ്കിൽ സത്യയുടെ മാമന് ഒരുപാട് പരിക്ക് പറ്റിയിരുന്നു. മാമനെ അവൻ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അവിടെ വെച്ച് ഒരു നഴ്സ് സത്യയെ കാണും. അവന്റെ പിന്നാലെ സംസാരിക്കുവാനായി ഓടിവരും. എന്നാൽ സത്യയാണെങ്കിൽ അവളെ ഒഴിവാക്കി വിടും. ദുരൈസിംഗത്തിന്റെ പ്രഗ്നന്റ് ആയ വൈഫിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നല്ലോ സത്യ കാരണം ആക്സിഡന്റ് സംഭവിച്ചിട്ട്. ആ ഒരു ഹോസ്പിറ്റലിലെ നഴ്സായിരുന്നു ആ പെൺകുട്ടി. അവൾ പറയുന്നത്, യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് മരിച്ചത് നിങ്ങൾ കാരണം ആക്സിഡന്റ് സംഭവിച്ചിട്ടല്ല. ആ പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവരുന്ന സമയം തന്നെ അതിന്റെ റിപ്പോർട്ടിൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന് യാതൊരുവിധ പരിക്കും സംഭവിച്ചിട്ടില്ല. എന്നാൽ വൈകുന്നേരമായപ്പോഴാണ് വയറ്റിൽ കിടന്ന കുഞ്ഞിന് പരിക്ക് പറ്റിയിരിക്കുന്നത്. അതെന്താണെന്ന് അറിയില്ലെന്നും ആ ഒരു നഴ്സ് പറയുന്നു.
അത് കേട്ട സത്യയാണെങ്കിൽ എന്തായിരിക്കാം കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടാവുക എന്നത് അന്വേഷിക്കുവാനായും തീരുമാനിച്ച് ആ ഒരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് എത്തും. അവിടെ വന്ന് ഡോക്ടറിനെ അടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് അതിനെല്ലാം പിന്നിൽ മണിമാരനാണെന്ന് ഡോക്ടർ പറയുന്നത്. മണിമാരന്റെ കൂടെയുള്ള ആളിനെ കണ്ടുപിടിച്ചാൽ മാത്രമേ മണിമാരനെ പറ്റി കൂടുതലായിട്ടും അറിയുവാൻ പറ്റുമെന്ന് സത്യക്ക് മനസ്സിലായിരുന്നു. എന്തെന്നാൽ അന്ന് ഹോസ്പിറ്റലിനകത്തേക്ക് കയറിയിട്ടാണല്ലോ മണിമാരൻ പുറത്തു വന്നിട്ട് കുഞ്ഞിന് ആപത്താണെന്ന് പറഞ്ഞതും. അതെല്ലാം സത്യ ഓർക്കും. അതിനുശേഷം മണിമാരന്റെ കൂട്ടുകാരനെ കാണുവാനായും ചെന്നു. എന്നിട്ട് അവനെ ഒരുപാട് തല്ലിയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അതേസമയമായിരുന്നു ഒരു കാര്യം അവൻ പറയുന്നത്. അന്നേ ദിവസം തന്നെ രാഷ്ട്രീയത്തിലൊക്കെയുള്ള ഈ ഒരു മണിമാരനെയും മണിമാരന്റെ അച്ഛനെയും കൊന്നു കളയുവാനായിട്ട് ഒരു ടീം പ്ലാൻ ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെ എത്തിയ സത്യയാണെങ്കിൽ മണിമാരനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകും. താനാണതിന് പിന്നിലെന്നെല്ലാം അവൻ സമ്മതിക്കുന്നു. എന്നിട്ട് ഞാനല്ല നിന്നെ കൊല്ലാൻ ആളയച്ചതെന്നും സത്യയോട് മണിമാരൻ പറയും. എന്നാൽ ദേഷ്യമെന്ന സത്യയാണെങ്കിൽ അവനെ അവിടെ ഇട്ട് കൊന്നു കളയുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ദൊരൈസിംഗത്തെയാണ്. ഈ ദൊരൈസിംഗവും മുത്തുപ്പാണ്ടി എന്നൊരാളും തമ്മിൽ നല്ല ശത്രുതയുണ്ട്. ദൊരൈസിംഗം ഒരു ബസ്സിലിട്ടൊരു പയ്യനെ വെട്ടിയില്ലേ, അത് ഈ മുത്തുപ്പാണ്ടിയുടെ മകനാണ്. എങ്ങനെയെങ്കിലും ദൊരൈസിംഗത്തിനെതിരായിട്ട് പ്രതികാരം വീട്ടണമെന്ന വാശിയിൽ നടക്കുകയാണ് ഈ മുത്തുപ്പാണ്ടിയും. മുത്തുപ്പാണ്ടിയാകുമോ ദുരൈസിംഗത്തിനെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നതെന്നും സത്യ ചിന്തിക്കും. പക്ഷേ അങ്ങനെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ മുത്തുപ്പാണ്ടി രക്ഷപ്പെട്ടു പോകേണ്ടതില്ലേ? ദുരൈസിംഗത്തിനെ കൊല്ലണമെന്ന വാശിയിലല്ലേ ഇപ്പോഴും നിൽക്കുന്നത് മുത്തുപ്പാണ്ടി. അപ്പോൾ ഇതിനു പിന്നിൽ മുത്തുപ്പാണ്ടി അല്ല എന്ന് മനസ്സിലാക്കിയ സത്യയാണെങ്കിൽ അയാളെ പറ്റി അന്വേഷിക്കുന്നത് അവസാനിപ്പിച്ചു. എന്നാൽ ദുരൈസിംഗമാണെങ്കിൽ മുത്തുപ്പാണ്ടിയെ കാറിൽ വെച്ച് കൊന്നുകളയും. താൻ കാരണമാണല്ലോ ഭൂമിയിൽ ജനിക്കാനിരുന്ന ആ ഒരു കുഞ്ഞ് മരണപ്പെട്ടത് എന്ന ചിന്തയിൽ മാമനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് സത്യ. സത്യയ്ക്ക് മേൽ ദുരൈസിംഗത്തിന് ദേഷ്യമുണ്ടല്ലോ. അതിനാൽ ദുരൈസിംഗത്തിനെതിരെ സത്യയുടെ മാമൻ കേസ് കൊടുത്തു. അതും കൂടിയായപ്പോൾ ദുരൈസിംഗത്തിന് സത്യയോടുള്ള ദേഷ്യവും കൂടി. ദുരൈസിംഗത്തിനെ പോലീസ് അറസ്റ്റും ചെയ്തു കൊണ്ടുപോയി. വിവരമറിഞ്ഞ സത്യ എന്തിനാ മാമ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇതിപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ ആയല്ലോ എന്ന് മാമനോട് ചോദിക്കുമ്പോൾ ഇവൻ കാരണമാ നിനക്ക് നിന്റെ ജീവിതം നഷ്ടമായത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തതെന്ന് മാമൻ പറഞ്ഞു. അന്ന് രാത്രി സത്യ ദുരൈസിംഗത്തിന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അകത്താരോ ഉണ്ടെന്ന് മനസ്സിലാക്കി അവളാണെങ്കിൽ വാള് കയ്യിലെടുത്തിട്ട് ആരാടാ ഇവിടെ, ഇറങ്ങി വാടാ എന്നൊക്കെ പറയുമ്പോൾ പുറത്തേക്ക് വന്ന സത്യ, എനിക്കിനി വയ്യ, നിങ്ങളുടെ കുഞ്ഞ് മരിച്ചത് ഞാൻ കാരണമല്ലേ, എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, നിങ്ങൾ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്നവൻ ചോദിക്കുമ്പോൾ സത്യയുടെ അവസ്ഥ മനസ്സിലാക്കി അവളാണെങ്കിൽ ഒരു സത്യം തുറന്നു പറയുന്നു. എന്റെ കുഞ്ഞ് മരിക്കാൻ കാരണം നിങ്ങളല്ല. അന്ന് ഞാൻ റോഡിൽ ബോധം കെട്ട് വീണതാ. നിങ്ങളുടെ കാർ എന്നെ തട്ടിയിട്ടുമില്ല. അന്ന് എന്നെ കാണാൻ വന്ന എന്റെ സഹോദരനും നിങ്ങളും എന്റെ ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നം അറിയാവുന്നതിനാൽ ഈ കുഞ്ഞിനെ വെച്ച് നിങ്ങൾക്ക് രണ്ടാൾക്കും പണി തരുവാനായും തീരുമാനിച്ചു. ഞാനതിന് സമ്മതിക്കാതായപ്പോൾ എന്നെ പിടിച്ചു തള്ളി. സിലിണ്ടറിൽ വന്നിടിച്ചാണ് കുഞ്ഞിന് പരിക്ക് പറ്റി കുഞ്ഞ് മരണപ്പെട്ടതെന്നും അവൾ പറഞ്ഞു. ഇതെന്റെ ഹസ്ബൻഡിന് അറിയില്ല. അറിഞ്ഞാൽ അദ്ദേഹത്തിന് താങ്ങാനാകില്ല. ഞങ്ങളെ വിട്ടേക്കെന്നും അവൾ പറയുന്നു. സത്യമെല്ലാം മനസ്സിലാക്കിയ സത്യ മാമനെയും കൂട്ടി അവിടെ നിന്നും പോകുവാനായും തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ ശിക്ഷ കഴിഞ്ഞ് ജയിലിൽ നിന്നും പുറത്തു വന്ന ദുരൈസിംഗം ബസ്സിൽ നിന്നും ഇറങ്ങും. അവിടെ വെച്ച് അവൻ സത്യയെ കണ്ടു. രണ്ടുപേർക്കുമിടയിൽ ഫൈറ്റ് നടക്കും. ഒടുവിൽ ദുരൈസിംഗം സത്യയെ കൊല്ലുവാനായി ഒരുങ്ങുകയാണ്. അപ്പോൾ ദുരൈസിംഗത്തിന് ഒരു കാര്യം ഓർമ്മ വരും. എനിക്കിനി കുഞ്ഞു വേണ്ട, നീ മതിയെന്ന് ഭാര്യ പറഞ്ഞ കാര്യം അവൻ ഓർക്കുന്നു. ഇനി ഇവനെ കൊന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ജയിലിൽ പോകേണ്ടി വരും. എന്റെ ഭാര്യ ഒറ്റയ്ക്കാകുമെന്ന് വിചാരിച്ച് സത്യയെ വെറുതെ വിടുകയാണ് ദുരൈസിംഗം. ദുരൈസിംഗത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ സത്യ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് തിരികെ പോകുന്നതും. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.